തിരുവനന്തപുരം മണ്ണന്തലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും വഴയിലേയും നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതാ ഈ പ്രോപ്പർട്ടി ഏകദേശം സെയിം ഡിസ്റ്റൻസ് ആണ് കേട്ടോ. അവിടെ നിന്ന് 2 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത്. നമുക്ക് പള്ളിമുക്ക് ജംഗ്ഷനിൽ ഇതേ കാണുന്ന ഇത് കണ്ടോ, അത് വന്നിട്ട് പള്ളിമുക്ക് ജംഗ്ഷനാണ്. പള്ളിമുക്ക് ജംഗ്ഷനിൽ നിന്ന് 100 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് 5 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായിട്ടുള്ള ഈ വീട് വിൽപ്പനയ്ക്കുള്ളതാണ്. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്, നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കും. നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് കേട്ടോ. അകത്തേക്കെല്ലാം ഫുൾ ലക്ഷറിയസ് ഫീൽ തരുന്ന നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയറിൽ ചെയ്ത മനോഹരമായിട്ടുള്ള വീട്. അതിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് പോകാം. നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാനായിട്ട് വഴയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിലും പള്ളിമുക്ക് ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ജംഗ്ഷനിൽ നിന്ന് ഈ വലത്തോട്ട് കാണുന്ന വഴി ഞാൻ അതിനെ വീഡിയോ കാണിച്ചു തരാം. ആ റോഡ് വഴി അകത്തേക്ക് ഇതാ ഈ പറഞ്ഞതുപോലെ 100 മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. ഇനി നിങ്ങൾ മണ്ണന്തലയിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ പള്ളിമുക്ക് ജംഗ്ഷനിൽ വന്നാൽ ലെഫ്റ്റിലേക്ക്, അതായത് കല്ലയത്തേക്ക് തിരിയരുത്, അതിൻ്റെ ഇടയിലൂടെ കാണുന്ന ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി, ആ വഴി അകത്തേക്ക് ഈ പറഞ്ഞ ഡിസ്റ്റൻസ് വന്നാൽ മതിയാവും. നമുക്കിവിടെ സെൻറ്റ് തോമസ് സ്കൂളെല്ലാം വളരെ അടുത്താണ്. ഏകദേശം 1 കിലോമീറ്ററാണ്. അതായത് മുക്കോല സെൻറ്റ് തോമസ് സ്കൂൾ വന്നിട്ട് ഏകദേശം 1 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇതാ ഈ രീതിയിൽ ഫുള്ളായിട്ട് നാച്ചുറൽ സ്റ്റോണിനാണ് നമുക്ക് മുൻവശത്തുള്ള ടൈലെല്ലാം പാകിയിട്ടുള്ളത്. നമുക്കിത് അകത്തേക്ക് കയറി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 വണ്ടികൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാം കേട്ടോ. നമുക്കിതാ ഇവിടെ തന്നെ വലിയൊരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം. ഒന്നല്ല, വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് ടു ബാക്കായിട്ട് നമുക്കൊരു ചെറിയ വണ്ടിയും കൂടെ വേണമെങ്കിൽ നിൽക്കും. ആ രീതിയിലാണ് നമുക്ക് മുറ്റമുള്ളത്. ഇവിടെ നമുക്ക് കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഫുള്ളായിട്ടൊരു വുഡൻ തീമിലാണ് നമുക്ക് ഇതിനകത്തുള്ള വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. മുൻവശത്തെ വാതിലുകളും അതുപോലെ മേളിലേക്കുള്ള വാതിലുകളും ജനലുകളും എല്ലാം തേക്കിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് പ്ലാവ്, പിങ്കോട ഇങ്ങനെയുള്ള വർക്കുകൾ തടിയിലാണ് വുഡൻ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഈ രീതിയിലാണ് നമ്മുടെ കാർ പോർച്ച്, അതായത് കവേർഡായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്കിനി ഉള്ളിലേക്ക് പോവാം. ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ അകത്തേക്ക് കയറുന്നത്. നമ്മുടെ എൻട്രി നോക്കി, നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു കവാടം കണക്കാണ് നമുക്ക് ഈ വാതിൽ ചെയ്തിട്ടുള്ളത്. 2 പാളികളിലായിട്ട് തേക്കൻ തടിയിലാണ് നമുക്ക് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ വിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസാണ് കേട്ടോ. ഇത് ഫുള്ള് നമ്മുടെ ഒരു ലിവിങ് സ്പേസിൻ്റെ ഏരിയയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നമുക്ക് ആ ലിവിങ് സ്പേസിൽ ഇതാ ഈ രീതിയിലൊരു പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള TV യൂണിറ്റിനുള്ള ഒരു സ്പേസ് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫുള്ളായിട്ട് സീലിങ്ങിലെല്ലാം നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം CNC കട്ടിങ്ങിൽ ചെയ്ത് വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു വർക്കാണ്. അതിനകത്തെ ആ ലൈറ്റ് കൂടെ കൊടുത്തപ്പോഴത്തേക്കും ഭയങ്കര ലുക്കായി. നമുക്കിതാ ഈ ഒരു സ്പേസിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കാണ്. അവിടെ ഈ ഒരു രീതിയിൽ സീ ത്രൂ ആയിട്ടുള്ളൊരു പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഫുള്ള് CNC കട്ടിങ് ചെയ്തിട്ടുള്ള ബെസ്റ്റ്വുഡല്ലോ മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. അതായത് അപ്പോൾ അത് നമുക്കൊരു ഷോക്കേസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അവിടെ നമ്മൾ പോകുന്നത് നേരെ ഓപ്പൺ ടൈപ്പ് ഒരു കിച്ചണിലേക്കാണ്. ഫുള്ള് മോഡലാ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലായിടത്തും നമുക്കൊരു വുഡൻ തീമും ഫുള്ളായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഈ കാണുന്ന പാർട്ടീഷനിലായാലും ഈ ഭാഗങ്ങളിൽ എല്ലായിടത്തും ഈ ഒരു വുഡൻ തീമാണ് നമുക്ക് കൂടുതലായിട്ടും ഒന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള ഈ ഒരു കിച്ചണിലെ കളർ കോമ്പിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നീറ്റായിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണല്ലേ. നമുക്ക് ആ വുഡൻ തീമിലും ഈ ഒരു കളർ, ഈ ഒരു ആഷ് പോലത്തെ കളറും, ആഷല്ലേ ഇത് ഐവറി കളർ, ആ ഒരു ഐവറി കളർ, പിസ്ത പോലത്തെ ഈ ഒരു ഷെയ്ഡും, ഇതെല്ലാം കൂടെ ഒരു നല്ലൊരു കോമ്പിനേഷൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഓൾറെഡി ചിമ്മിനി എല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. അതുപോലെ നല്ല ഗ്രാൻഡായിട്ടുള്ള ഒരു വാഷ് ബേസിനാണ്, സിങ്കാണ് നമുക്ക് ഈ കിച്ചണിൽ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ നോക്കി, ഫുള്ളൊരു ലക്ഷറിയസ് ഫീലിൽ വരുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഉള്ളിൽ വെക്കാവുന്ന രീതിയിൽ നമുക്ക് കിച്ചണിൽ മോഡലാ കിച്ചൺ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് വെക്കാവുന്നതാണ്. ഒരു വലിയ ഫ്രിഡ്ജ് വേണമെന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറ്റി വയ്ക്കാമെന്നുള്ള രീതിയിൽ സ്പേസ് ഉണ്ട് കേട്ടോ. നമുക്കിതാ ഈ കിച്ചണിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഈ ഭാഗത്തായിട്ട് സ്പേസ് ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്തി നമുക്കൊരു വർക്ക് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ പണികളും ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് നമുക്കിവിടെ കിട്ടും. ഈ ഭാഗത്തായാലും നമുക്ക് കുറച്ച് കവേർഡായിട്ടുള്ള സ്പേസ് കിട്ടും. നമ്മുടെ തുണി നനയ്ക്കാനുള്ള കല്ലും ഇതിനകത്താക്കി തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇരുവശങ്ങളിലും ഇതുപോലെ ഗേറ്റ് ഇട്ട് നമുക്ക് ഈ സ്പേസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് നമുക്ക് ചെറിയ രീതിയിൽ ഒരു അടുക്കളത്തോട്ടം വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം. അതിനുള്ളൊരു സ്പേസ് നമുക്ക് ഈ ഭാഗത്ത് കാണാം. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്.
നമുക്ക് എല്ലാ റൂമുകളിലും ഇതുപോലെ ഫാനെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് കേട്ടോ. ഇനി അതൊന്നും നിങ്ങൾ ഇനി വാങ്ങേണ്ട കാര്യമില്ല. അതിപ്പോൾ കിച്ചൺ ആയാലും ഡൈനിങ് ഏരിയ ആയാലും ഹാളായാലും എല്ലായിടത്തും ഇതുപോലെ ഫാനെല്ലാം ഇൻസ്റ്റാൾഡ് ആണ്. കിച്ചണിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ ഫുള്ളായിട്ട് സീലിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സീലിങ്ങിൽ പ്രൊഫൈൽ ലൈറ്റിങ്ങും അല്ലാണ്ടുള്ള ഇൻറ്റീരിയർ വർക്കും ലൂവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഈ ഡൈനിങ് സ്പേസിലായാലും എല്ലായിടത്തും ഈ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് ടോട്ടലായിട്ട് 4 ബെഡ്റൂംസാണ് വരുന്നത്. താഴത്തെ നിലയിൽ 2ഉം മേളത്തെ നിലയിൽ 2 ബെഡ്റൂം വരും. ഇതാണ് താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു റൂമാണ്. നമുക്കിത് ഈ സ്പേസിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലമാര ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ആ രീതിയിൽ സ്പേസ് വിട്ടിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ബാത്റൂമിനകത്തേക്ക് പോകുമ്പോൾ ഒരു ലക്ഷറീസ് ഫീലാണ്. ആ രീതിയിലുള്ള ഫിറ്റിങ്സും മെറ്റീരിയൽസുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം ഈ ഭാഗത്തായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് നമുക്കൊരു വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതെല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണല്ലേ. നമ്മൾ മിക്കവാറുള്ള വീഡിയോസിലും നമ്മുടെ ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ രീതിയിലുള്ള ഡിസൈനിൽ വന്നിട്ട് വേരിയേഷൻസ് വരാറുണ്ട്. നമുക്കിത് ഇങ്ങനെ ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ടച്ചാണ് കേട്ടോ. ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ മൂഡനുസരിച്ചിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടിയിലേക്ക് നോക്കി ഇതുപോലെ നമുക്ക് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള വാഷ് ബേസിനാണ്. ഈ ഭാഗത്ത് നമുക്ക് കൊടുത്തിട്ടുള്ളത് ശരിക്കും ജാഗ്വാറിൻ്റെ ഒരു ടാപ്പാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഹോട്ട് വാട്ടർ ആണെങ്കിൽ ഹോട്ട് വാട്ടർ എടുക്കാം, കോൾഡ് വാട്ടർ ആണെങ്കിൽ ആ രീതിയിലും ചെയ്യാം. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമാണ്. ഇവിടെ ലൈറ്റ് കൊടുത്ത് മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് സ്റ്റേഴ്സ് നോക്കി ഫുള്ളായിട്ട് തേക്കുന്നടിയിലാണ് ഈ റെയിലിംഗ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല കട്ടിത്തടിയിൽ നോക്കി നല്ല വലിപ്പമുള്ള വലിയ തേക്കുന്നടിയിലാണ് നോക്കി ഒരു സ്റ്റേഴ്സിൻ്റെ റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. നല്ല ഗ്രാൻഡായിട്ടുള്ള ലുക്കാണ് കേട്ടോ. അതായത് നോക്കിയാൽ പില്ലേഴ്സ് ആയാലും ഇതെല്ലാം വന്നിട്ട് നല്ല ഗ്രാൻഡായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ സ്റ്റേഴ്സിൽ പേവ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പക്ക മാറ്റ് ഫിനിഷാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്ലിപ്പാവുമോ അങ്ങനെയുള്ളൊരു പേടിയും വേണ്ട. നമ്മളിതാ മേളിലേക്ക് കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസാണ്. ഇതിൻ്റെ ആ ഒരു ലുക്ക് നോക്കി അകത്തേക്ക് വരുന്ന പ്രകാശവും നല്ല രസമാണ് കേട്ടോ. ഇവിടെ എല്ലാം വലിയൊരു ജനൽ ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ഫുള്ള് GI പൈപ്പ് വെച്ചിട്ടാണ് നമുക്ക് സെക്യൂരിറ്റി ഒരുക്കിയിട്ടുള്ളത്. ഈ രീതിയിൽ നല്ല രീതിയിൽ പ്രകാശം അകത്തേക്ക് വരുന്നുണ്ട്. എല്ലാ ജനൽ വഴിയും പ്രകാശമുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഈ സ്റ്റേഴ്സിൻ്റെ മേളിലായിട്ട് പർഗോളാസും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം നല്ലതുപോലെ തന്നെ ലൈറ്റ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു ലിവിങ് സ്പേസിൽ നമ്മുടെ ഒരു പേഴ്സണൽ ഫാമിലി ഏരിയ ആയിട്ട് ഉപയോഗിക്കാം. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് സോഫാസ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ലിവിങ് ഏരിയ, വളരെ മനോഹരമായിട്ടുള്ള വീടാണ്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലെല്ലാം നല്ല നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് ടോട്ടലായിട്ട് 2 ബെഡ്റൂംസാണ് ഇവിടെയും വരുന്നത്. അത് പോയിട്ട് നമുക്ക് വേറൊരു ഏരിയയും കൂടെ ഉണ്ട്. അവിടെയും കൂടെ അതായത് നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള സ്പേസും ഒരു റൂമായിട്ടാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് ആദ്യം ബെഡ്റൂം കണ്ടിട്ട് വരാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. വളരെ വലിപ്പമുള്ള വലിയൊരു റൂമാണ് കണ്ടോ. ഞാൻ നിൽക്കുന്ന ഡിസ്റ്റൻസ് കണ്ടോ. ഇത്രയും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂമാണ്. നമുക്കിതിനകത്ത് കബോർഡ് മാത്രം ചെയ്തിട്ടില്ല. കബോർഡ് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ 4ാമത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. ഈ റൂമിന് വന്നിട്ട് നമുക്ക് ഈ രീതിയിലാണ് ജനൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഭാഗത്തായിട്ട് നമുക്ക് കട്ടിൽ അറേഞ്ച് ചെയ്യാം. നമുക്ക് ചുറ്റിലും ഈ രീതിയിൽ ഒരു വലിയൊരു ജനൽ വരുന്നുണ്ട്. അതുവഴി നല്ലതുപോലെ നാച്ചുറലായിട്ടുള്ള വെട്ടം വരുന്നുണ്ടാവും. ഈ ഭാഗത്ത് നമുക്ക് ജനൽ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാത്റൂമോട് കൂടിയുള്ള റൂമാണ്. സാധാരണഗതിയിൽ എല്ലാവരും ഒരു ഓപ്പൺ ടെറസായിട്ട് സെറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഈ ഒരു ഏരിയ ഫുള്ളായിട്ടൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് നമുക്ക് രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു സ്പേസിൽ നമുക്കൊരു വാഷ് ഏരിയ ഉണ്ട്. ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ പ്ലേസ് ചെയ്യാം. ചുറ്റിലും ഗ്രില്ല് ചെയ്ത് വാർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സേഫായിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ പണി സാധനങ്ങളോ എന്തെങ്കിലും കൊണ്ടുവന്ന് ഡംപ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇവിടെ നിന്ന് വീണ്ടും വാതിൽ കൊടുത്തിട്ട് അതായത് GI പൈപ്പിൽ നമുക്ക് ഈ രീതിയിലൊരു വാതിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവഴിയാണ് നമുക്ക് ടെറസിലേക്കുള്ള ആക്സസ് വരുന്നത്.
ഇതേ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയിലേക്കുള്ള ആക്സസ് ആണ് കേട്ടോ. ഇവിടെ ഈ രീതിയിൽ തേക്കുന്നടിയിലാണ് 2 പാളിയിലായിട്ടാണ് നമുക്ക് വാതിൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലായിടത്തും ഗ്രാൻഡാണ്. ഇതെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ജനലുകളാണ് കേട്ടോ. എല്ലാ പാളികളും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ബാൽക്കണി. അതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് കൂടെ കിട്ടുന്നുണ്ട്. ശരിക്കും ഒരു റിലാക്സ് ചെയ്യാൻ പറ്റിയ, ചിൽ ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ്. ഇവിടെ അടക്കം ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം ഫുള്ളായിട്ട് ഈ രീതിയിൽ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് മനോഹരമാക്കി. നമുക്ക് 2 ഫാനുകൾ ഇവിടെ വന്നിട്ടുണ്ട്, ഈ സ്പേസിലുണ്ട്. നമുക്ക് വളരെ ഗ്രാൻഡ് ആയിട്ടുള്ളൊരു സ്പേസാണ്. ശരിക്കും നമുക്കിവിടെ ഒരു ഊഞ്ഞാലിടയോ അല്ലെങ്കിൽ നമുക്ക് 2 സോഫ ആണെങ്കിൽ അറേഞ്ച് ചെയ്യുകയോ ആ രീതിയിലൊക്കെ നമുക്ക് ഫാമിലി ആയിട്ടിരുന്ന് ചിൽ ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസാണ്. അതുപോലെ മേളിലൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസിൽ നിന്ന് TV കാണാം, എല്ലാവരും കൂടെ ഇവിടേക്ക് നിന്ന് ചിൽ ഔട്ട് ചെയ്യാം. ആ രീതിയിലുള്ളൊരു സ്പേസാണ് നമുക്ക് ഈ ബാൽക്കണിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം വളരെ മനോഹരമായിട്ടുള്ള വീടായിരുന്നു. ടോട്ടലായിട്ട് 2500 സ്ക്വയർ ഫീറ്റിൽ 5 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായിട്ടുള്ളൊരു വീടായിരുന്നു കേട്ടോ. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്, നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ്. ഈ ഒരു ഏരിയയിൽ നിങ്ങൾ റേറ്റൊക്കെ അന്വേഷിച്ചാൽ മനസ്സിലാവും. നല്ല ഹെവി പ്രൈസിങ് വരുന്ന ഒരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് കേട്ടോ. വഴയിലിൽ നിന്ന് നമുക്ക്, അതായത് പേരുകടയിൽ നിന്നെല്ലാം വളരെയേറെ ആക്സസിബിലിറ്റി ഉള്ളൊരു ഏരിയയാണ് ഈ പള്ളിമുക്ക് ജംഗ്ഷൻ. പള്ളിമുക്ക് ജംഗ്ഷനിലാണ്, അതായത് ബസ് റൂട്ടിലേക്ക് നമുക്ക് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്നുള്ളൂ. ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് MC റോഡ്, അതായത് മണ്ണന്തലയിൽ കയറാൻ സാധിക്കും. മുക്കോല ജംഗ്ഷൻ നമുക്കിവിടെ വളരെ അടുത്താണ്. അതായത് സെൻറ്റ് തോമസ് സ്കൂൾ ഇരിക്കുന്ന മുക്കോല നമുക്ക് വളരെ അടുത്താണ്. സെൻറ്റ് തോമസ് സ്കൂളിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ല നീറ്റായിട്ടുള്ള ഇൻറ്റീരിയറാണ്. നമുക്ക് ഇവിടുത്തെ ഇൻറ്റീരിയർ നിങ്ങൾ കണ്ടിട്ടുണ്ട്. നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് നമ്മളെ കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന ടൈപ്പിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയറാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുക, നേരിട്ട് ഓണറുമായിട്ട് സംസാരിച്ച് പ്രോപ്പർട്ടി ഡീലായിരിക്കും. ഇതിനുദ്ദേശിക്കുന്ന വില 1,58,00,000 രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഈ പ്രോപ്പർട്ടിക്ക് 1,58,00,000 രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താവുന്നതാണ്.